പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു മീറ്റിംഗിലേക്ക് സ്വാഗതം. ഇതൊരു ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞ സ്പെഷ്യൽ മീറ്റിംഗ് ആണല്ലോ. ദൈവയിലെ കൂട്ടുകാരും കിച്ചേഴ്സിലെ കൂട്ടുകാരും എല്ലാവരെയും ഞാൻ ഈ ഒരു മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗ് നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തെ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രിയ കൂട്ടുകാരെ, ദൈവം നമ്മുടെ ലൈഫിൽ കുറെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. സോ നമ്മൾ നമ്മുടെ ലൈഫിൽ ദൈവവചനം ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് നയിക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിന്റെ വചനത്തിലെ കൽപ്പനകളൊക്കെയും നമ്മൾ അനുസരിച്ച് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ. സാംസ് 119:5 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യുവർ വേർഡ് ഇസ് എ ലാംപ് ഫോർ മൈ ഫീറ്റ്, എ ലൈറ്റ് ഓൺ മൈ പാത്ത്. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് മുന്നോട്ട് നടക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ മുന്നോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പ് വെക്കുന്ന ഓരോ പാത്തും നമ്മുടെ ഒരു അനുഗ്രഹമായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം അനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കണം. നമുക്കറിയാം, ജൂൺ 1 ഒക്കെ തൊട്ട് നമ്മുടെ പലരുടെയും ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലെ. സദൃശവാക്യം 1:7 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ദ ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം അല്ലെ. സോ നമ്മൾ നമ്മുടെ ലൈഫിൽ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നുണ്ടല്ലോ: ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും അല്ലെ. ഫസ്റ്റ് സീക്ക് ഹിസ് കിങ്ഡം, then all things will be given to you. So നമ്മുടെ ലൈഫിൽ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും അറിവും ഓർമ്മശക്തി ഒക്കെ തരും. സോ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വഴിയിൽ നടക്കുവാൻ, ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ വചനത്തിലെ കൽപ്പനകൾ അനുസരിച്ച് നമ്മുടെ ലൈഫ് മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.